റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ ഏറെ പ്രതിഫലാർഹമായ ദിവസങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ്. ഏറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞ പകലുകളാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സങ്കടകരമായി, വളരെ വേദനയോടെ വിടവാങ്ങുന്ന റമളാൻ ഷരീഫിൻ്റെ യാത്ര പറയുന്ന സമയങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ആ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ എന്ന പള്ളി മിനാരങ്ങളിൽ നിന്ന് വളരെ ഗദ്ഗദത്തോടെ, സങ്കടത്തോടെ ഇമാമുമാരുടെ സലാമുകൾ വരാനിരിക്കുകയാണ്. ഇവിടെ ഒരു റമളാൻ മാത്രമല്ല അവസാനിക്കുന്നത്, മറിച്ച് ഒരു ആയുസ്സിൻ്റെ ഒരു സമാപനം കൂടി ഒരു പക്ഷേ നടക്കാനിരിക്കുകയാണ്. അടുത്ത വർഷം ഒരു റമളാനിനെ കാത്തിരിക്കാനോ റമളാനിൻ്റെ പൊന്നമ്പിളി പ്രകടമായി എന്ന ആഹ്വാനത്തിന് ചെവി കൊടുക്കാനോ നമ്മിൽ നിന്ന് എത്ര ആളുകൾ അവശേഷിക്കുമെന്ന് പറയാൻ കഴിയാതെ വിശുദ്ധമായ ഈ ദിവസങ്ങൾ, ഈ ഒരു വർഷം നമുക്കിവിടെ പൂർണ്ണമാകുമ്പോൾ ആ ഒരു വേദനാജനകമായ ഒരു സാഹചര്യമാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് പോലെ മാലാഖമാർ സങ്കടപ്പെടുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് സംഭവിക്കുന്ന വേദന, മുസീബത്ത്, ആ മുസീബത്തിന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ സങ്കടപ്പെടുമ്പോൾ അവരോട് ചോദിക്കും, എന്താണ് ആ മുസീബത്ത്? നിങ്ങളിങ്ങനെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് മുസീബത്തെന്ന് പറഞ്ഞ് കരയാനുള്ള അത്രമാത്രം കാരണമായ ആ മുസീബത്ത് ഏതാണ്? അവർ പ്രതികരിക്കും, ദഹാബു റമളാൻ, റമളാൻ ഷരീഫിൻ്റെ യാത്ര പറയലാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തെ റമളാൻ യാത്ര പറയുമ്പോഴും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇനിയൊരു മാസം കിട്ടാൻ, അങ്ങനെയുള്ള ഒരു ദിവസം കിട്ടാൻ, അങ്ങനെയുള്ള ഒരു സെക്കൻഡ് കിട്ടാൻ, അത്തരത്തിലുള്ള ഒരു മണിക്കൂറിന് സാക്ഷ്യം വഹിക്കാൻ ഒരു പക്ഷേ ഇനി എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ കാത്തിരിക്കണം. അതല്ലെങ്കിൽ സാധ്യമല്ലാതെ ഒരുപക്ഷെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാം, അതല്ലെങ്കിൽ രോഗാവസ്ഥയിലാകാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ റമളാൻ ഷരീഫിൻ്റെ ഇത്തുക്കുമിനന്നാറിൻ്റെ അതിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ സമയത്ത് ഒരു ആത്മപരിശോധന അനിവാര്യമാണ്. ആത്മപരിശോധന എന്ന് പറയുമ്പോൾ താൻ ചിലവഴിച്ച, താൻ വിനിയോഗിച്ച ആ സാഹചര്യങ്ങളെക്കുറിച്ച്, ആ സമയങ്ങളെക്കുറിച്ച്, ആ സന്ദർഭങ്ങളെക്കുറിച്ച്, അതിൽ താൻ പ്രവർത്തിച്ചതും പറഞ്ഞതും ചിന്തിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരിശോധനകൾ നമ്മൾ നടത്തുകയും അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വേദനാജനകമായ ഒരു സാഹചര്യമാണ് മുന്നിൽ വരുന്നത് എങ്കിൽ അങ്ങേറ്റ പശ്ചാത്താപ മനോഭാവത്തോടു കൂടെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും ആശാവഹമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കാനും കൂടുതൽ സജീവത ഉണ്ടാക്കുന്നതിനും അതിനാണ് ഇനിയുള്ള സമയങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു തന്ന ഒരവസരമായിരുന്നല്ലോ റമദാൻ. സങ്കടത്തോടെ ഓർത്തു നോക്കൂ, ആ മാസം വിട പറയാനിരിക്കുമ്പോൾ അതിൻ്റെ സമാപന ഘട്ടത്തിൽ വിജയശ്രീലാളിതരായി വിജയത്തിൻ്റെ വെന്നിപ്പതാകയും പാറിപ്പറപ്പിച്ചുകൊണ്ടാണ് ഈ മാസം നമ്മിൽ നിന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. അതിന് കാരുണ്യവാനായ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എന്താണ് ഈ ഒരു തയ്യാറെടുപ്പുമായി, അല്ലെങ്കിൽ യാത്ര പറയുന്ന റമദാൻ ഷരീഫിന് ഒരു യാത്ര ഉപഹാരമായി നമ്മൾ നൽകേണ്ടത്? അത് മറ്റൊന്നുമല്ല, സംശുദ്ധമായ ഒരു ഹൃദയമാണ്, ഒരു മനസ്സാണ്. അവരൻ്റെ പ്രയാസങ്ങളറിയാൻ, അന്യൻ്റെ വേദന മനസ്സിലാക്കാൻ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രയാസപ്പെടുന്ന ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കൊള്ളാൻ, ഇങ്ങനെ എല്ലാ രീതികളിലും പ്രയാസപ്പെടുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഹൃദയ ശുദ്ധീകരണം എന്നതാണ് ഇനിയുള്ള ഈ സമയങ്ങളിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അതിന് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് നോക്കൂ, നാമുമായി പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടത് നമ്മൾ ചെയ്യുക. പിണക്കമെന്ന് പറയുമ്പോൾ ഒരുപാട് തലങ്ങളിൽ അതുണ്ടാകാം. കൂട്ടുകാരനിൽ, താൻ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനങ്ങളിൽ, താൻ നേതൃത്വം നൽകുന്ന കുടുംബത്തിൽ, തൻ്റെ അയൽവാസികളുമായി, തൻ്റെ സമൂഹത്തിലായി, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നാളിതുവരെ സംഭവിച്ച പ്രയാസങ്ങൾ, അതിനിമിത്തമായി ഉണ്ടായ പിണക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം കുറിക്കുക. നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും ഈ റമദാൻ ഷരീഫിൻ്റെ ഇനിയുള്ള സമയങ്ങളിൽ നമുക്കുണ്ടാക്കാൻ കഴിയേണ്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരു സന്ദേശമാണ് റമദാൻ നമുക്ക് നൽകിയിട്ടുള്ളതും. അതോടൊപ്പം തൗബ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കുക എന്നതാണ് വളരെ പ്രധാനമായി ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. നോക്കൂ, ഇത് അവസാനത്തെ 10 സുദിനങ്ങളാണ്. അവസാനത്തെ 10 എന്ന് പറയുമ്പോൾ ആ 10-ൽ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മാതാവും പിതാവും നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തേക്കാൾ ഏറെ പരിതാപകരമാണ് ഈ റമദാനില്ലാത്ത മാസത്തിലുള്ള വിശ്വാസികൾ എന്ന് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യമെന്താണ്? ഈ പരിശുദ്ധമായ റമദാൻ നമുക്കൊരു പരിചയമായിരുന്നു, നമുക്കൊരു പരിരക്ഷയായിരുന്നു. എവിടെ നിന്ന്?
ഒരിപ്പിടിച്ച വാളുമായി ആക്രമിക്കാൻ വരുന്ന സർവായുധരായ സർവ്വസന്നാഹത്തോടു കൂടെയുള്ള ആളുകളിൽ നിന്നുള്ള പരിരക്ഷ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് അതിനേക്കാളൊക്കെ ഭയാനകമാണ് ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ താമസക്കാരനാവുകയും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ അള്ളാഹു നൽകിയ ആ വിശുദ്ധമായ സാഹചര്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ട് തെറ്റായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ലഅനത്തുല്ലാഹിയായി ശപിക്കപ്പെട്ട ഇബ്ലീസ്. ആ ഇബ്ലീസിനെ ആട്ടി അകറ്റാനുള്ള തീവ്രമായ ഒരു ശ്രമം ഈ മാസത്തിലൂടെ നമുക്കുണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. ഏറെ പരിതാപകരമായ ഒരു സാഹചര്യം. തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ ഏറെ അവസരങ്ങൾ ധാരാളമുള്ളൊരു ഘട്ടം. ആ ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, ആ കുറ്റങ്ങളിൽ നിന്ന് പാടെ മുക്തി നേടാൻ കഴിയണമെങ്കിൽ നമ്മളെന്ത് വേണം? ഈ മാസത്തിൻ്റെ പരിശുദ്ധി എന്താണോ നമ്മുടെ മുന്നിൽ നൽകിയിട്ടുള്ളത്, ആ സന്ദേശം എന്തായിരുന്നോ, ആ സന്ദേശം പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി, ആ ഒരു പ്രാവർത്തികമാക്കലിലൂടെയാണ് യഥാർത്ഥത്തിൽ വിമോചനത്തിൻ്റെ വഴിയുള്ളത്, രക്ഷപ്പെടാനുള്ള വഴിയുള്ളത്. ആ വിമോചനം എവിടെ നിന്നുള്ള വിമോചനം? പൈശാചികമായ പ്രേരണകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ, നമ്മിൽ ലയിച്ച് കിടക്കുമ്പോൾ, ആ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ഒരു മോചനം. ആ ഒരു മോചനത്തിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഇഹപര വിജയം നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകൂ. ഇവിടെ സാമൂഹികമായി ജീവിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് അള്ളാഹു നമ്മളെ സംവിധാനിച്ചിട്ടുമുള്ളത്. ഭക്തിയോട് കൂടെയുള്ളൊരു ജീവിതം, അതാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്. കരുടക്കടലായ അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.